Hello students, welcome to engineering assignments. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് മെഷേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു, ഇൻഫർമേഷൻ ഗെയിനും ജീനി ഇൻഡെക്സും. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫീച്ചേഴ്സ് പഠിക്കണമെങ്കിൽ, ഈ രണ്ട് ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സ് പഠിക്കണമെങ്കിൽ നമ്മൾ എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു ടേമും കൂടി പഠിക്കണം. സോ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മെഷർ ഓഫ് ദ ഇംപ്യൂരിറ്റി in a data set or how messy is your data, and entropy is related to the machine learning is a measure of randomness in the information being processed. എന്നുവെച്ചാൽ നമ്മുടെ കൊടുത്തിട്ടുള്ള ഡാറ്റ എത്ര മെസ്സി ആണ് അല്ലെങ്കിൽ എത്ര ഇമ്പ്യൂരിറ്റീസ് ഈ ഡാറ്റയിലുണ്ട്, അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. And it is used in decision tree to separate the data and group samples together into the class they belong to. Here the main aim is that you have to maximize the purity of the group, that is homogeneity of the group നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അതേപോലെ തന്നെ എൻട്രോപ്പി കൂടുന്ന അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര കുറവായിരിക്കും. സോ ദ ഹയർ ദ എൻട്രോപ്പി ദ ഹാർഡർ ഇസ് ടു ഡ്രോ a conclusion from that information. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര കുറവായിരിക്കും. And it is measured in bits. So there will be two possible classes for this, 0 and 1. മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സാമ്പിൾ ഇസ് കംപ്ലീറ്റ്ലി ഹോമോജീനിയസ്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ആർ ആസ് ഡൈവേഴ്സ് ആസ് പോസിബിൾ. ഇനി നമുക്ക് എൻട്രോപ്പിയുടെ ഇക്വേഷൻ സെറ്റ് ചെയ്യാം. കൺസിഡർ എ സെഗ്മെന്റ് എസ് of a data set having positive and negative labels. നമ്മൾ ടേബിൾ കൺസിഡർ ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ലേബിൾസ് ഉണ്ടാവും, അതേപോലെ തന്നെ നെഗറ്റീവ് ലേബിൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് ദാറ്റ് സെഗ്മെന്റ് എസ്, entropy of that segment is equal to minus ps log 2 to the base ps minus p no log 2 to the base p no. Okay, this is the equation for entropy. Now consider a segment S of a database having C number of class labels. അതേപോലെ തന്നെ pi be the proportion of examples in the S having the ith class label. Suppose you are having only 2 ക്ലാസ്സസേ ഉള്ളൂങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒന്നിലധികം ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ith ക്ലാസ് ലേബിൾ ഉണ്ടാവും, എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ക്ലാസ് ലേബിൾ ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എഴുതേണ്ടി വരും. ദാറ്റ് ഇസ് എൻട്രോപ്പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു 1 to c മൈനസ് പി ഐ ഇൻറ്റു ലോഗ് 2 pi ആയിരിക്കും നമ്മുടെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എൻട്രോപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. സോ ഇവിടെ ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് ആണ് ഗിവ്സ് ബർത്ത്, അക്വാറ്റിക് ആനിമൽ, ഏരിയൽ ആനിമൽ, ഹാസ് ലെഗ്സ്. അതിൻ്റെതായ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ക്ലാസ് ലേബിൾസും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോ ലെറ്റ് എസ് ബി ദ ഡാറ്റ in the table 8.1. The class labels are amphibian, bird, fish, mammal and reptile. So ഇവിടെ yes or no അല്ല, പകരം നമുക്ക് 5 ക്ലാസ് ലേബിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ എൻട്രോപ്പി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്ര സാമ്പിൾസ് ഓരോരോ ലേബിൾസിന് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ആംഫിബിയൻ എത്ര എണ്ണം ഉണ്ട് ഈ കൂട്ടത്തില്? ആംഫിബിയൻ 1, 2, 3 മൂന്നെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ബേർഡ് എത്ര എണ്ണം ഉണ്ട്? 1, 2, അങ്ങനെ 2 ബേർഡ്. അതേപോലെ തന്നെ ഫിഷ് 2 എണ്ണം, മാമൽ 2 എണ്ണം, റെപ്റ്റൈൽ 1. ഇനി നമ്മൾ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഇസ് എൻട്രോപ്പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഫോർ ഓൾ ക്ലാസ് ഐ മൈനസ് പി ഐ ലോഗ് 2 to the base പി ഐ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓരോ ക്ലാസ് ലേബിൾസിനെയും കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇസ് ഈക്വൽ ടു മൈനസ് പി ആംഫിബിയൻ ലോഗ് 2 to the base ആംഫിബിയൻ കണ്ടുപിടിക്കണം, മൈനസ് പി ബേർഡ് ലോഗ് 2 to the base പി ബേർഡ് കണ്ടുപിടിക്കണം, മൈനസ് പി ഫിഷ് ലോഗ് 2 to the base പി ഫിഷ് കണ്ടുപിടിക്കണം, മൈനസ് പി മാമൽ ലോഗ് 2 to the base പി മാമൽ കണ്ടുപിടിക്കണം, മൈനസ് പി റെപ്റ്റൈൽ ലോഗ് 2 to the base പി റെപ്റ്റൈലും കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി മൈനസ് പി ആംഫിബിയൻ? ദാറ്റ് ഇസ് നമുക്ക് എത്ര ആംഫിബിയൻ ഉണ്ട്? 3. ഔട്ട് ഓഫ് എത്ര ഡാറ്റ സെറ്റ് ഉണ്ട് ഈ ടേബിളില്? 10. സോ മൈനസ് 3 divided by 10 log 2 to the base 3 divided by 10. അതേപോലെ തന്നെ ബേർഡിന്റെ എടുക്കുക. ബേർഡിന്റെ പറയുമ്പോൾ മൈനസ് 2 divided by 10 log 2 to the base 2 divided by 10. Then you have to go for the fish, then you have to go for the mammal, then you have to go for the reptile. ഇനി ഇതെല്ലാം കൂടിയുള്ള ആൻസർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ you will have an entropy of
2.2464 ആയിരിക്കും നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ദിസ് എൻട്രോപ്പി ഈസ് ഓക്കെ ഫോർ യു. എങ്ങനെയാണ് നമ്മൾ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, ഇനി എൻട്രോപ്പി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഇൻഫർമേഷൻ ഗെയിൻ ആണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്ര ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻട്രോപ്പി പറയുന്നത്. സോ എൻട്രോപ്പി കൂടുന്ന അനുസരിച്ച് നമുക്ക് ആ ഡാറ്റ സെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് കുറയും. സോ information gain tells you how important a given attribute of a feature vector is. So we use it to decide the ordering of the attributes in the node of a decision tree. എങ്ങനെയാണ് നമ്മൾ നോഡ്സിനെ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഇൻഫർമേഷൻ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ആൻ എൻട്രോപ്പി ഡിക്രീസസ്. ഇപ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഗെയിൻ വിൽ ഇൻക്രീസ്. So information gain is expected reduction in the entropy caused by partitioning data according to an attribute. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്ക് കടക്കാം. Let S be a set of examples, A be a feature അല്ലെങ്കിൽ attribute, then S of V be the subset of S with A is equal to V. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സെറ്റിനെയാണ് S of V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ദ വാല്യൂ ഓഫ് A be the set of all possible values of A. Then information gain of an attribute A relative to S is denoted by gain S, A. So gain of S, A is equal to entropy of S minus sigma. V is an element of value A. Then S of V by S into entropy of S of V. സോ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എൻട്രോപ്പി എന്തായാലും കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ യുൽ സി ഹൗ യു വിൽ ഫൈൻഡ് ആൻ ഇൻഫർമേഷൻ ഗെയിൻ ഇൻ എ ഡാറ്റ സെറ്റ്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യത്തെ ടേബിളിൽ നിന്ന് നമ്മൾ ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ് യെസ്സും നോയും ഉണ്ടായിരുന്നു. അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ടേബിൾ വരയ്ക്കുകയാണ്. സോ ഒരു ടേബിളിൽ യെസ്സും മറ്റു ടേബിളിൽ നോ ആയിരിക്കും. സോ ഇതിൻ്റെ എൻട്രോപ്പി, സോ ഫസ്റ്റ് ടേബിളിൻ്റെ എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ടേബിളിൻ്റെ എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് ആകെ 3 ക്ലാസ്സസേ ഉള്ളൂ. സോ ഫസ്റ്റ് ടേബിളിൽ ആകെ 3 ക്ലാസ്സസേ ഉള്ളൂ. അപ്പോൾ ആ 3 ക്ലാസ്സസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ക്ലാസ്സസിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി 1.5. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് വരുന്നത് 4 ക്ലാസ്സസ് ആണ്. അപ്പം 4 ക്ലാസ് ലേബൽസിൻ്റെ കൂടിയിട്ടുള്ള എൻട്രോപ്പി നമ്മൾ കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി 1.7925. നൗ ഇൻഫർമേഷൻ ഗെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എൻട്രോപ്പി അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ എൻട്രോപ്പി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാം. സോ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മെയിൻ ടേബിളിൻ്റെതായിട്ടുള്ള എൻട്രോപ്പി അറിയണം. അതേപോലെ തന്നെ അതിനകത്ത് എത്ര ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് അറിയണം. സോ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദ ഡാറ്റ സെറ്റ് S is equal to 10 ആൻഡ് എൻട്രോപ്പി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ്സ് 2.2464 ആണ്. ആൻഡ് വി ഡിനോട്ട് ദിസ് ഇൻഫർമേഷൻ ഗെയിൻ കറസ്പോണ്ടിങ് ടു ഫീച്ചർ I by gain S of I ആണ് നമ്മൾ എഴുതുന്നത്. സോ വി ആർ ഗോയിങ് ടു കമ്പ്യൂട്ട് ദ ഗെയിൻ S gives birth എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്, ആ ഒരു ടേബിളിൻ്റെതായ ആട്രിബ്യൂട്ടിന്റെ ഗെയിൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ നമുക്ക് ആ A1 എന്ന് പറയുന്നത് gives birth ആക്കാം അല്ലെ. സോ വാല്യൂ ഓഫ് A1 is yes or no. അല്ല, ആ ടേബിൾ എടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ യെസ് ഓർ നോ ആണ് വരുന്നത്. അപ്പൊ യെസ് ഓർ നോ വരുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര യെസ് ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കണം, 4. അതേപോലെ തന്നെ അതിന്റെ എൻട്രോപ്പി എന്തായിരിക്കും, യെസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി 1.5. നെക്സ്റ്റ് എസ് ഓഫ് എ നോ കണ്ടുപിടിക്കുക, ദാറ്റ് ഇസ് ഡാറ്റ ഇൻ ടേബിൾ 8.3. സോ ഇറ്റ് വിൽ ബി 6. Then you have to find out the entropy, that is 1.7925. ഓക്കെ, അത് ഇവിടെ രണ്ടിടത്തും നമ്മൾ എൻട്രോപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗെയിൻ ഓഫ് S, A1, ദാറ്റ് ഇസ് S, gives birth എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ. സോ ദാറ്റ് ഇസ് എൻട്രോപ്പി ഓഫ് S minus sigma. V is an element of value of A1, SV by S into entropy of SV ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിനെ, നമുക്ക് entropy of S minus S of A1 is equal to S divided by S into entropy of S of A1 is equal to S.
okay, minus S of A1 is equal to no divided by S into entropy of SA1 is equal to no. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.5709 ആയിരിക്കും. സോ ഇൻഫർമേഷൻ ഗെയിൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനി ഇൻഡെക്സ് ആണ്. സോ ദ ജീനി സ്പ്ലിറ്റ് ഇൻഡെക്സ് ഓഫ് ദ ഡാറ്റ സെറ്റ് ഇസ് അനദർ measure in the construction of classification tree, and this measure is used in basically in the CART algorithm. CART algorithm എന്ന് പറയുന്ന algorithm basically regression വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ബട്ട് റിഗ്രഷന് വേണ്ടി മാത്രമല്ല, അവിടെ ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് CART algorithm ഉപയോഗിക്കാം. So consider a data set S having R class labels C1 to CR വരെ നമുക്ക് കുറച്ച് class labels തന്നിട്ടുണ്ട്. Let Pi be the proportion of examples having the class label C1. Then Gini index of the data set S denoted by Gini of S is defined by Gini of S is equal to 1 minus sigma I is equal to 1 to R I square. Okay. Now നമ്മൾ ജീനി ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പം മുന്നേ പറഞ്ഞ ടേബിളൊക്കെ എല്ലാം ഓർത്തിരിക്കുക. അതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ടേബിൾ 8.1 നിന്ന് നമ്മൾ നമ്പർ ഓഫ് ആംഫിബിയൻസ്, നമ്പർ ഓഫ് ബേർഡ്സ്, നമ്പർ ഓഫ് ഫിഷ്, നമ്പർ ഓഫ് മാമൽസ്, നമ്പർ ഓഫ് റെപ്റ്റൈൽസിൻ്റെ ഒക്കെ എക്സാമ്പിൾസിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് എക്സാമ്പിൾസ് അതിൻ്റെ ഉള്ളിലുള്ളത് 10 എണ്ണമാണെന്നുള്ള അറിയാം. അപ്പോൾ ഇനി നമ്മൾ ജീനി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. 1 minus sigma I is equal to 1 to R Pi square ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 minus each and every ക്ലാസിൻ്റെ Piയുടെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 1 minus നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 5 ക്ലാസ് ആണ്. അപ്പോൾ ഈ 5 ക്ലാസിൻ്റെ പ്രപ്പോർഷൻ എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ 1 minus 3/10 സ്ക്വയർ മൈനസ് 2/10 സ്ക്വയർ മൈനസ് 2/10 സ്ക്വയർ മൈനസ് 2/10 square minus 1/10 square which is equal to 0.78. Okay, അതാണ് നമ്മുടെ ജീനി ഇൻഡെക്സ്. ഇനി അടുത്ത വരുന്നത് ജീനി സ്പ്ലിറ്റ് ഇൻഡെക്സ്. സോ ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് and A be the set of features, okay, and SV be the subset with A is equal to V and the value of A be the set of all possible values of A, then Gini split index of A എന്ന് പറഞ്ഞ attribute ആണ് relative to S. S is your data set അല്ലെങ്കിൽ set of examples. Now we denote Gini split index-നെ Gini split S, A എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് Gini split S, A is equal to sigma V is an element of value A SV by S into Gini of SV, where S denotes the number of elements in S. ഇനി നമ്മൾ ജീനി സ്പ്ലിറ്റ് ഇൻഡെക്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഗെയിൻ റേഷ്യോ ആണ്. അപ്പം ഇൻഫർമേഷൻ ഗെയിനും അതേപോലെ ജീനി ഇൻഡെക്സ് അല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഫീച്ചർ സെലക്ഷൻ മെക്കാനിസം ഉണ്ട്. അതിനെ ഗെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. സോ ഗെയിൻ റേഷ്യോ ഇസ് എ തേർഡ് ഫീച്ചർ സെലക്ഷൻ മെഷർ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ട്രീ. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് എക്സാമ്പിൾസ്, എ ബി ദ ഫീച്ചർ ഹാവിംഗ് സി ഡിഫറെന്റ് വാല്യൂസ് ആൻഡ് ലെറ്റ് എസ് ബി ദ വാല്യൂ ഓഫ് എ ബി ഡിനോട്ടഡ് ബൈ വാല്യൂ എ ആൻഡ് വി ഡിഫൈൻ ദ ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് എ റിലേറ്റീവ് ടു എക്സ് ഡിനോട്ടഡ് ബൈ ഗെയിൻ എസ്, എ by gain S, A is equal to entropy of S minus sigma V is an element of value A SV by S into entropy of SV. So in order to get the gain ratio നമുക്ക് വേറൊരു ടേമും കൂടി കണ്ടുപിടിക്കണം, that is split information. So split information of S, A എന്ന് പറയുന്നത് minus sigma is equal to 1 to C SI divided by S log 2 to the base SI by S ആണ്. സോ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഗെയിൻ റേഷ്യോ എസ്, എ is equal to gain of S, A divided by split information S, A, where gain you might have already find it out and split information ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇന്ന് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ റേഷ്യോ കിട്ടും. സോ ഗെയിൻ റേഷ്യോ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. നമുക്ക് മെയിൻ ടേബിൾ കൺസിഡർ ചെയ്യാം 8.1. അതിനകത്ത് നമ്പർ ഓഫ് എക്സാമ്പിൾസ് 10 ആണ്. എൻട്രോപ്പി
എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 2.2464 ആണ്. ആൻഡ് ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു മുന്നേ, ദാറ്റ് ഇസ് 0.5709 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എസ് എ ഇക്വേഷൻ പ്രകാരം നമുക്ക് എഴുതുന്നത് എങ്ങനെയായിരിക്കും? മൈനസ് എസ് എസ് ഡിവൈഡഡ് ബൈ എസ് log 2 to the base എസ് എസ് ബൈ എസ് മൈനസ് എസ് ന്യൂ ബൈ എസ് log 2 to the base എസ് ന്യൂ ബൈ എസ് ആയിരിക്കും. സോ ആ വാല്യൂസ് ഒക്കെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.9710 ആണ്. സോ ഫൈനൽ ഗെയിൻ റേഷ്യോ എന്ന് പറയുന്നത് 0.5709 ഡിവൈഡഡ് ബൈ 0.9710 ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് 0.5880 ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ആട്രിബ്യൂട്ട് ഗിവ്സ് ബർത്തിന്റെ ഗെയിൻ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അക്വാറ്റിക്കിന്റെ കണ്ടുപിടിക്കാം, ഏരിയലിന്റെ കണ്ടുപിടിക്കാം, അതേപോലെ ഹാസ് ലെഗ്സ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാം. സോ സ്റ്റുഡൻസ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. താങ്ക് യു സ്റ്റുഡൻസ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.